ഇത് ഇപ്പം നമ്മുടെ 3 മാസത്തോളം പ്രായമായ കപ്പയാണ്. കപ്പയ്ക്ക് പൊതുവെ ചിലവ് കുറവാണ്. ഇതിനിപ്പം എന്താണ് ചെയ്തത് വെച്ചാൽ നമ്മൾ കോഴിവളം, ഫാമിലെ കോഴിവളം ചേർത്തിട്ട് തറയെടുത്തു. അതിനുശേഷം കമ്പ് നട്ടു. 1.5 മാസമായപ്പോൾ മിക്സർ വളം, യൂറിയ, പൊട്ടാഷ്, രാജ്ഫോസ് കൂടിയിട്ട് ഒരു 100 ഗ്രാം വെച്ചിട്ട് കൊടുത്തിട്ടാണുള്ളത്. അതിനിപ്പോൾ ഒരു 3 മാസത്തോളമായി. ഇനിയിപ്പോൾ അതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇടമഴ കിട്ടുകയാണെങ്കിൽ ഒരു ചെറിയൊരു 100 ഗ്രാം രാസവളം കൂടി കൊടുക്കുക. അതോടുകൂടെ അതിൻ്റെ പണി തീരും. കപ്പയ്ക്ക് പൊതുവേ മറ്റുള്ള വാഴയെ അപേക്ഷിച്ച് ചിലവ് കുറവാണ് കേട്ടോ. ഒരു ഏക്കറിലൊരു ഏകദേശം ഒരു ഭൂമിയുടെ കിടപ്പനുസരിച്ചാണെങ്കിൽ ഒരു 1500 മുതൽ 2000 വരെ തറയാണ് എടുക്കുക. അതിനിപ്പോൾ നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 50,000, 45 മുതൽ 50,000 രൂപ കൊണ്ട് എല്ലാ പണിയും 2 വളപ്രയോഗം അതുകൊണ്ട് തീരും. നമുക്കിപ്പോൾ അതിലൊരു 10 കിലോ അല്ലെങ്കിൽ ഒരു 8 കിലോ മുതൽ 10 കിലോ ആവറേജ് വിളവ് കിട്ടുകയാണെങ്കിൽ തന്നെ 15 ടണ്ണ് 12 ടണ്ണ് കിട്ടിയാൽ തന്നെ 10 രൂപ വില വെച്ച് 1,20,000 രൂപ കിട്ടും. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ എത്രയാണോ ചിലവ് അതിലേറെ 20-30% കൂടെ ലാഭം കൂട്ടിയിട്ട് ആണ് അതിൻ്റെ ലാഭം വരിക. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇതിനനുസരിച്ച് ഒരു 50,000 രൂപ ചിലവുണ്ട്. ഒരു 70,000 രൂപ, ഒരു 1.25 ലക്ഷം രൂപയ്ക്ക് കപ്പ പറിക്കാനുണ്ടാവും. ഇനിയിപ്പോൾ ഇതിൽ ചെറിയ പുല്ലൊക്കെ ഉണ്ട്. അതിപ്പോൾ ഈ വേനലിപ്പോൾ നല്ല ചൂടല്ലേ, അതിപ്പോൾ കളയൂല. അത് അതേപോലെ നിലനിൽക്കും. ആ മണ്ണിൻ്റെ ഈർപ്പം വലിയാതിരിക്കാൻ അങ്ങനെ തന്നെ നിർത്തുകയാണ് നല്ലത്. അപ്പോൾ മറ്റുള്ള കൃഷിയെ അപേക്ഷിച്ച് കപ്പ കൃഷി ഈസിയാണ്, റിസ്ക് ഇല്ല. ഇനി ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം വരെ വളപ്രയോഗം വൈകിയാലും കുഴപ്പമില്ല. വാഴ അങ്ങനെയല്ല. വാഴയൊക്കെ കൃത്യസമയത്ത് ഓരോ മാസം വളം കൊടുത്തില്ലെങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും.